പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് വേമൂത്ത് എന്ന പ്രദേശത്ത് ലിറ്റിൽ മോർ എന്ന സ്ഥലത്ത് ട്രാക്റ്റുകൾ കൊണ്ടിടുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഈ സൺഡേയുടെ പകൽക്കാലം ദൈവത്തിൻ്റെ സുവിശേഷമായി പോകുവാൻ ദൈവം നമ്മുടെ കാലുകളെ ബലപ്പെടുത്തി. കർത്താവിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 28:19 പറയുന്നു, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനും ലോകാവസാനം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും. പിതാവായ കർത്താവായ യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറിയപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അവസാന വാക്കുകളാണ്, നിങ്ങൾ ഭൂമിയുടെ ഏതറ്റത്ത് ചെന്നാലും അവിടെ എൻ്റെ രാജ്യത്തിന് വേണ്ടി നീ അവരോട് സംസാരിക്കണം. ഇരുളിൻ്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും സ്നേഹത്തിലേക്കും സമാധാനത്തിലേക്കും സത്യത്തിലേക്കും തൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് വരണമെന്നുള്ള ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് നമ്മൾ സഹോദരങ്ങളൊക്കെ ഒന്നിച്ച് വേമൂത്ത് പ്രദേശത്തേക്ക് പോകുവാൻ ദൈവം കൃപ നൽകി. ഒരു സഹോദരൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സഹോദരനെ കൂടെ പിക്ക് ചെയ്യാൻ വേണ്ടി രാവിലെ വന്നിട്ട് സഹോദരനെയും പിക്ക് ചെയ്ത് നമ്മുടെ കൂടെ വേറെ 2 പേരും കൂടെ ഉണ്ട്. അവരെല്ലാവരെയും കൂടെ ഒന്നിച്ച് നമ്മുടെ പാസ്റ്ററായ ജോസ് പാസ്റ്റർ പുള്ളിയെയും എടുക്കാൻ വേണ്ടി പുള്ളിയുടെ വീട്ടിലേക്ക് വന്നതാണ്. പുള്ളിയെയും പിക്ക് ചെയ്ത് ഇന്ന് ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ്. ഒത്തിരി പേരുണ്ടായിരുന്നു, എന്നാൽ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ചിലർക്കൊക്കെ അസ്വസ്ഥതയുണ്ട്, പനിയുടെ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോസ് പാസ്റ്റർ വീട്ടിൽ പറഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ തണുപ്പും കാറ്റും ഒക്കെ നിൽക്കുന്ന ഈ സമയങ്ങളിൽ കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഈ വേമൂത്തിൻ്റെ ലിറ്റിൽ മോർ എന്ന പ്രദേശം കാണാൻ വളരെ ഭംഗിയുള്ള ദേശമാണ്. അവിടെ അനേക ആത്മാക്കൾ കർത്താവിന് വേണ്ടി അനേകരുണ്ട്. അവരെയൊക്കെ തേടി ഇറങ്ങുകയാണ്. കർത്താവ് അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, നീ കാൽ ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമാക്കി തരും. ദൈവത്തിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വെറുതെ ഇറങ്ങി നടന്നാലും, നമ്മൾ ഓരോ ഭവനങ്ങളിൽ ചെന്ന് ടച്ച് ചെയ്യുമ്പോഴും അവിടെയൊക്കെ ദൈവത്തിൻ്റെ കൃപയാകും. ഇതാ ഏദൻ തോട്ടം പോലെ മനോഹരമായ ഒരു ആപ്പിൾ മരം അവിടെ നിൽക്കുന്നതിന് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലൊക്കെ വെറും അതൊക്കെ നിലത്ത് കിടക്കും, ആൾക്കാർ പറിച്ചുകൊണ്ട്, പക്ഷെ അവിടെ ആർക്കും വേണ്ടാതെ കിടക്കുകയാണ്. എന്നാൽ അതിലൂടെയൊക്കെ സഞ്ചരിക്കുവാൻ, ഇത്ര മനോഹരമേറിയ ദേശത്ത് കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഞങ്ങൾ സഹോദരങ്ങൾ ഒന്നിച്ച് ഏകദേശം 200ഓളം വീടുകൾ ഒന്നിച്ച് സഞ്ചരിക്കുവാൻ ദൈവം കൃപ നൽകി. അനേക ഭവനങ്ങളിൽ ട്രാക്റ്റുകൾ നിക്ഷേപിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഈ പകൽക്കാലം കടന്നു വന്ന സഹോദരങ്ങളെയും ഇനിയും കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. ആമേൻ. ദൈവം നമ്മളെ